വയറ് നിറയെ ചോറുണ്ടാണ്ടാ ഈ ഒരൊറ്റ ഐറ്റം മതി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വേഗം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു 4-5 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ചതച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ കൊണ്ടാട്ടമുളകാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 കൊണ്ടാട്ടമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൊണ്ടാട്ടമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാനില്ലെങ്കിൽ പിരിഞ്ഞു പോവും. അപ്പോൾ അതാ കുറച്ച് കട്ടിയുള്ള തൈരാണ്, അതുപോലെ തന്നെ നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ഒരു ചെറിയ ഉള്ളിയും കൊണ്ടാട്ടമുളകൊക്കെ ഉണ്ടല്ലോ, അത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടിയിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നല്ല അടിപൊളി ഒരു മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരൊറ്റ കറി മതി കേട്ടോ ചോറുണ്ണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.